ജോലി ചെയ്യുന്ന മുഴുവൻ ഉദ്യോഗസ്ഥന്മാരുടെയും പേഴ്സണൽ ഡീറ്റെയിൽസ് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി OSD ശ്രീറാം സാംബശിവ റാവു കത്തയച്ചിരിക്കുകയാണ്. ഇത് ഏറ്റവും വലിയ ഡേറ്റ ബ്രീച്ചാണ്. മുഖ്യമന്ത്രി അറിയാതെ മുഖ്യമന്ത്രിയുടെ OSD ഇങ്ങനെ ഒരു കത്തയക്കുമോ? ആ കത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇത് മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കത്ത് എല്ലാ വകുപ്പ് തലവന്മാർക്കും അയച്ചു കൊടുത്തിട്ടുള്ളത്. ചെന്നിത്തല സാർ ആള് പുലിയാണ് കേട്ടോ. മുഖ്യമന്ത്രിയെ കൈയോടുകൂടെ പിടിച്ചു. നമ്മുടെ സംസ്ഥാനത്തിലെ സകലമാന ഗവൺമെൻറ് ജീവനക്കാരുടെയും സകല ഡാറ്റയും നമ്മുടെ മുഖ്യമന്ത്രി കട്ടു എന്നാണ് പുള്ളി പറയണത്. അതിൻ്റെ രേഖ നമ്മുടെ ശങ്കരാടിയുടെ രേഖയാണെന്നൊന്നും വിചാരിക്കേണ്ട. കറക്റ്റ് രേഖ പുള്ളി മാധ്യമങ്ങൾക്ക് മുമ്പിൽ അങ്ങ് പ്രദർശിപ്പിച്ചുകൊണ്ട് തന്നെയാണ് പുള്ളി ആ തെളിവ് സഹിതമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ജീവനക്കാരുടെ സകല ഡാറ്റയും ചോദിച്ചിരിക്കുകയാണ്. പേര്, വയസ്സ്, നാള്, ഏത് സ്ഥലം, ജില്ല തുടങ്ങിയവയൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഏതാണ് ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ഒരു പേരും പറയുന്നുണ്ട്. അദ്ദേഹം ഇതെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ട് കത്തെഴുതിയത് ഒരു വലിയ രേഖയാണ്. അതിപ്പോൾ നാളെ ഹൈക്കോടതിയിൽ കേസ് വരും. ആ ഹൈക്കോടതി ഇന്നലെ തന്നെ സർക്കാരിനെ പിടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മേലെ ഇത്ര മെസ്സേജ് ഒന്നും അയക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ തെളിവും കൂടെ ഹൈക്കോടതിയുടെ മുമ്പിൽ വരുമ്പോൾ എന്തായിരിക്കും മുഖ്യമന്ത്രിയുടെ സ്ഥിതി എന്ന് ആലോചിച്ചിട്ട് നമുക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല കേട്ടോ. ഇതിനു മുമ്പ് ഒരു 5-6 വർഷം മുമ്പ് ഇതേപോലെ നമ്മുടെ ഡാറ്റ നമ്മുടെ സകല നാട്ടുകാർ ഈ ജനങ്ങളുടെ മൊത്തം വിവരങ്ങൾ ഈ സർക്കാർ സ്പ്രിംഗ്ലർ എന്ന് പറഞ്ഞ ഒരു കമ്പനിക്ക് വിറ്റു എന്നും പറഞ്ഞിട്ട് ഇതേ രമേശ് ചെന്നിത്തല അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നു. അതിപ്പോൾ കോടതി കയറിയ വലിയ ബഹളം ഒക്കെ ആയി. എന്നിട്ട് അവസാനം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കേട്ടത് അത് ആ കേസ് എടുത്തിട്ട് ദൂരെ കളഞ്ഞു എന്നാണ് നമുക്ക് കേട്ടറിവുള്ള വിവരം. എന്താണ് നമ്മുടെ പ്രേക്ഷകർക്ക് അതിനെപ്പറ്റി അറിയുള്ളൂ. സ്പ്രിംഗ്ലർ കേസ് എന്തായി എന്നുള്ളത്. നമ്മുടെ ഡാറ്റയൊക്കെ വിറ്റു എന്നാണ് അന്നത്തെ ഒരു ആക്ഷേപം ഉണ്ടായിരുന്നത്. അതേപോലെ ഇപ്പോൾ ഈ ജീവനക്കാരുടെ വിവരങ്ങൾ മുഴുവൻ ഈ സർക്കാർ അടിച്ചു മാറ്റി എന്നാണ് പറയുന്നത്. അത് വിടാം നമുക്ക്. ആ കേസ് എന്തെങ്കിലും ആവട്ടെ, കോടതി നാളെ എന്താ വിധി പറയാന്നറിയില്ല. അതുപോലെ തന്നെയാണ് എന്തോ നവകേരള സർവേ നടത്താൻ പാടില്ല എന്നും പറഞ്ഞിട്ട് ഇതേ ഹൈക്കോടതിയിൽ നിന്നൊരു വിധി ഉണ്ടായി. ഇന്നലെ സുപ്രീം കോടതി പോയപ്പോൾ പറഞ്ഞു അങ്ങനെ ഒരു സർവേ നടത്തുന്നതിൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ചുകൊണ്ട് ആ ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്തത് നമ്മൾ ഇന്നലെ തന്നെയാണ് കണ്ടത്. അപ്പോൾ അതുകൊണ്ട് കോടതിയിലെ വിവരങ്ങളും കോടതിയുടെ ഉത്തരവുകളൊന്നും നമുക്കിവിടെ പരാമർശ വിഷയമേ അല്ല. നമ്മൾ ആലോചിക്കുന്നത് നമ്മുടെ ഈ ഡാറ്റ എന്നൊക്കെ പറയുന്നത് ഈ സമയത്ത് ഈ കാലത്ത് എന്ത് പ്രൈവസിയുള്ളത്. നമ്മുടെയൊക്കെ ഫോൺ എടുത്ത് നോക്കിയാൽ ഒരു ദിവസം ഏതെല്ലാം നമ്പറിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നത്. നമ്മുടെ ഫോൺ നമ്പർ ഇല്ലാത്ത സ്ഥലങ്ങളുണ്ടോ? ഒരു പെട്ടിക്കടയിൽ പോയിട്ട് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചാൽ പോലും സാറിൻ്റെ ഫോൺ നമ്പർ എന്താ ചോദിച്ചിട്ട് അവിടെ അത് കൊടുക്കണം. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ കയറിയാലോ ഒരു സൂപ്പർ മാർക്കറ്റ് പോയാലോ അവിടെ ഈ നമ്പർ കൊടുക്കണം. ഒരു തുണിക്കടയിൽ പോയി കൊടുത്താൽ മിക്കവാറും ബില്ല് അയക്കുന്നത് മിക്കവാറും നിങ്ങളുടെ മൊബൈലിലേക്ക് അയക്കുള്ളൂ. ഒരു ഹാർഡ് കോപ്പി ഒന്നും ഇപ്പോൾ തരുന്ന ഒരു പതിവില്ല. അതുകൊണ്ട് ഈ നമ്മുടെ നമ്പർ ഇല്ലാത്ത സ്ഥലവുമില്ല. ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ മെസ്സേജ് വരാത്ത ഒരു ദിവസം പോലും ഇല്ല. അപ്പോൾ നമുക്ക് ഇനി വരുന്ന കാലത്ത് ഈ ഡിജിറ്റൽ യുഗത്തിൽ ഈ ഡാറ്റ എന്ന് എവിടെയും സുരക്ഷിതമാണെന്നുള്ള വെറുതെ ഒരു വിശ്വാസം കൊണ്ട് നടക്കാമെന്നല്ലാതെ ഇനി ഒരുപാട് നിയമങ്ങളൊക്കെ വന്നാൽ തന്നെയും അതിനൊക്കെ മറികടക്കാവുന്ന അതിലും വലിയ ടെക്നോളജിയൊക്കെ ഈ സ്വായത്തമാക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇനി ഇത്തരം വിഷയങ്ങളിൽ എന്തുമാത്രം പ്രസക്തി ഉണ്ടെന്ന് അറിയില്ല. അതിനെന്ത് നിയമം കൊണ്ടുവന്നാലാണ് ഇവിടെ ഇനി അതിന് പരിരക്ഷ കിട്ടുക എന്നും അറിയില്ല. ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സർക്കാർ തങ്ങളുടെ ജീവനക്കാരോട് തങ്ങൾ DA കൂട്ടിയിട്ടുണ്ട് എന്ന് ഈ സർക്കാർ ഒരു മെസ്സേജ് വാട്സപ്പിൽ വിട്ടു എന്നാണ് പറയുന്നത്. ഈ എംപ്ലോയർക്ക് എംപ്ലോയീസിന് ഒരു മെസ്സേജ് വിടുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം അതിൻ്റെ നിയമം എന്താണെന്നും അറിയില്ല. അതിൻ്റെ എംപ്ലോയർ എന്ന് പറയുന്നത് സർക്കാരാണ്. ആ സർക്കാരിൻ്റെ തലവൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. തീർച്ചയായിട്ടും അതിൽ ചില രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ടായിരിക്കും. ഇലക്ഷന് പോവുകയാണ്. അപ്പം ഞങ്ങൾ തരാമെന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. DA ഒക്കെ ഇതുവരെയുള്ളതൊക്കെ നിങ്ങൾക്ക് കുടിശ്ശികയൊക്കെ തന്നു കഴിഞ്ഞു. നിങ്ങൾക്ക് ആനുകൂല്യങ്ങളൊക്കെ തന്നു കഴിഞ്ഞു എന്ന് സന്തോഷപൂർവ്വം അവരെ അറിയിക്കുന്ന ഒരു മെസ്സേജ് പോയി എന്നുള്ളതാണ്. അതിലെന്താണ് ഈ ഡാറ്റയൊക്കെ പാടെ ഈ സർക്കാർ കൊണ്ടുപോയി ദുരുപയോഗം ചെയ്തത് എന്ന് നമുക്കൊരു സാധാരണക്കാരന് മനസ്സിലാകുന്നില്ല. അതിലെന്തെങ്കിലും തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. എല്ലാവരും പലയിടത്ത് ജോലി ചെയ്യുന്നവരായിരിക്കും. നമുക്കെന്തെങ്കിലും ഒരു വിവരമുണ്ടെങ്കിൽ നമ്മുടെ ഒരു തൊഴിൽ ദാതാവ് തൊഴിലാളിക്ക് ഈ മാസത്തെ ശമ്പളം ക്രെഡിറ്റ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര DA കൂട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ശമ്പളം അടുത്ത മാസം മുതൽ കൂട്ടുന്നതായിരിക്കും എന്ന രീതിയിലുള്ളൊക്കെ മെസ്സേജുകളൊക്കെ സാധാരണ എംപ്ലോയേഴ്സൊക്കെ കൊടുക്കുന്ന ഒരു പതിവുണ്ട്. അതൊന്നൊക്കെ ഈ ഡാറ്റയൊക്കെ അടിച്ചു മാറ്റി എന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലാകുന്നില്ല. ഏതെങ്കിലും പുറമെയുള്ള ഏജൻസിക്ക് ഇത് പണം വാങ്ങി വിൽക്കുകയാണ്, ദുരുപയോഗം ചെയ്യുകയാണെങ്കിൽ
അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതിൽ എന്തോ ഒരു ദുരുപയോഗം ഉണ്ടെന്ന്. ഇത് സർക്കാരിൻ്റെ ജീവനക്കാർക്ക് സർക്കാർ ചെയ്യുന്ന നല്ല ക്ഷേമ പരിപാടികളും അവർക്കുള്ള ആനുകൂല്യങ്ങളും ഇന്നൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് അറിയിക്കുന്നു എന്നൊരു വിവരം ഈ സർക്കാർ ജീവനക്കാരുടെ തലവൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അവരെ അറിയിച്ചിരിക്കുന്നു. അത് പ്രത്യേകിച്ചും ഒരു രാഷ്ട്രീയ ലക്ഷ്യമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം തെരഞ്ഞെടുപ്പിലേക്ക് ഉടനെ പോകുകയാണ്. അപ്പോൾ ഇതുവരെ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള സന്തോഷവിവരം അവരെ അറിയിക്കുക. തുടർന്നും ഞങ്ങളെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾ തുടരും എന്നുള്ളത് ഒരുപക്ഷെ ഇൻഡയറക്റ്റായിട്ട് പറയാൻ ഉദ്ദേശിച്ചു കാണും. അതിൽ അസ്വസ്ഥത പൂണ്ടിരിക്കുകയാണ് പ്രതിപക്ഷം എന്നുള്ളതാണ് സത്യം. സത്യത്തിൽ ഈ ഒരു കേസ് കോടതിയിൽ വന്നില്ലെങ്കിൽ ഇത് ജനം അറിയില്ലായിരുന്നു. ആരൊക്കെയാണോ ഇത് കിട്ടിയിരുന്നത് അവർ മാത്രമേ അറിയുള്ളൂ. അവർക്കിത് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരെ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയും വീണ്ടും ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം ക്ഷേമപ്രവർത്തനങ്ങൾ തുടർന്നും ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശം അവരെ അറിയിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇത് നാട്ടുകാർ മുഴുവൻ പറഞ്ഞു ഇവരിത്തരം വിഡ്ഢിത്തങ്ങൾ ധാരാളം ചെയ്യുന്നുണ്ട്. നവകേരള സർവേക്ക് എതിരായിട്ട് ഇവർ കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഉത്തരവൊക്കെ അനുകൂലമായി കിട്ടിയെങ്കിലും സുപ്രീം കോടതിയിൽ പോയപ്പോൾ അതെടുത്ത് ദൂരെ കളഞ്ഞ് ആ ഉത്തരവ് സ്റ്റേ ചെയ്തപ്പോൾ സർവേ തുടരാമെന്ന് പറഞ്ഞ് ആ അടി വാങ്ങിച്ചുകൊണ്ട് പ്രതിപക്ഷം ഇങ്ങോട്ട് വന്നു. ഇനിയിപ്പോൾ നാളെ ഇതിൽ എന്താ ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് വരിക എന്നറിയില്ല. പക്ഷെ ഉത്തരവ് എന്ത് തന്നെ വന്നാലും ഇതിനകം ഗവൺമെൻറ് ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു. നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഈ സർക്കാർ ഗവൺമെൻറ് ജീവനക്കാർക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു കഴിഞ്ഞു എന്നുള്ള ധാരണ ഈ നാട്ടിൽ മുഴുവൻ പാട്ടായത് മാത്രമാണ് മിച്ചമായത്. ഇത്തരം വിഡ്ഢിത്തങ്ങൾ പ്രതിപക്ഷ കക്ഷികൾ ചെയ്യുന്നു എന്നാണ്. ഈ പ്രതിപക്ഷ കക്ഷികൾക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഈ UDF എല്ലാ സ്ഥാനാർത്ഥികളിലെയും വോയിസ് മെസ്സേജുകൾ എനിക്ക് വോട്ട് ചെയ്യണം എന്നും പറഞ്ഞിട്ട് ഇവർ ഈ എല്ലാ നാട്ടുകാരുടെ വോട്ടർമാരുടെ മൊബൈലിലേക്ക് അയക്കും. അപ്പോൾ അതിൽ ഡാറ്റ ബ്രീച്ച് ഇല്ലേ? അപ്പോൾ അവർക്കത് പ്രശ്നമല്ല, അതൊരു വിഷയമേ അല്ല. ഈ നാട്ടുകാരുടെ ഈ ഫോൺ നമ്പറൊക്കെ അവരുടെ കൈകളിലെത്തി സുരക്ഷിതമായിരിക്കും എന്ന് വല്ല ഉറപ്പുണ്ടോ? ഇവരാരെ ഏൽപ്പിക്കുന്നത്? ഏതെങ്കിലും ഏജൻസി ആയിരിക്കും അത് ചെയ്യുക എന്നുള്ള കാര്യം ഉറപ്പല്ലേ? ഇവരെവിടുന്നാണ് ഈ ഡാറ്റ കക്കുന്നത് എന്നുള്ളത്? ആരെങ്കിലും കേസിന് പോയാൽ ഈ രാഷ്ട്രീയ കക്ഷികളുടെ സ്ഥിതി എന്തായിരിക്കും? അപ്പം ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് വെറുതെ എതിർക്കുക, എല്ലാത്തിനെയും എതിർക്കുക എന്നുള്ള ഒരു രാഷ്ട്രീയ നിലപാട് വലിയ ഗുണം ചെയ്യുമെന്ന് തോന്നുന്നില്ല. അപ്പം ഡാറ്റയെല്ലാം വളരെ സുരക്ഷിതമാണ് ഇനി വരുന്ന കാലഘട്ടത്തിൽ എന്നൊരു മിഥ്യാധാരണയൊന്നും നമ്മൾ പുലർത്തേണ്ടതില്ല. ഇതിനോടകം തന്നെ നമ്മുടെ പല സ്വകാര്യ വിവരങ്ങളും ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള പല സെർവറുകളിൽ ഓൾറെഡി അവൈലബിൾ ആണ്. അത് പലർക്കും ആക്സസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ആരെവിടുന്ന് എന്ത് ചെയ്യുന്നു എന്നൊക്കെ അന്വേഷിച്ചു പോവുകയും അതെല്ലാം നിയമ നടപടികൾക്ക് വിധേയമാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരന്തവും അവസാനവും ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. എന്ത് ന്യായങ്ങളോ നീതികളോ നിയമനിർമ്മാണങ്ങളോ ഒക്കെ നടന്നാലും ഇതെല്ലാം കൈവിട്ടു പോയി എന്നേ പറയാൻ പറ്റുള്ളൂ. ഭസ്മാസുരന് വരം കൊടുത്ത പോലെ എന്നുള്ളൊരു കഥയുണ്ട്. ഏതാണ്ട് ആ അവസ്ഥയിലാണ് ഈ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ ജീവിതം എന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ. അതുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തങ്ങളുടെ ജീവനക്കാർക്ക് കൊടുത്തു തീർക്കാനുള്ള DA കുടിശ്ശികയെല്ലാം കൊടുത്തു തീർത്തു എന്നുള്ളൊരു സന്തോഷ വിവരം ഒരു വാട്സപ്പ് മെസ്സേജായി ജീവനക്കാർക്കൊക്കെ അയച്ചത് വലിയൊരു അപരാധമാണോ എന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർക്കും കൂടെ അഭിപ്രായം പറയാം. നീതിന്യായ വ്യവസ്ഥിതിയിൽ കോടതികൾ അതിനുള്ളൊരു സമാധാനം പറയട്ടെ, ഉത്തരവ് പറയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.